നമുക്കൊക്കെ ഉസ്താദുമാരെ കണ്ടാൽ വലിയ ബഹുമാനമാണല്ലോ. എന്നാൽ ഇത് മുതലെടുത്തുകൊണ്ട് ചില വ്യാജന്മാരും ഉണ്ടാകും. നമ്മൾ ഇതൊന്നും തിരിച്ചറിയുന്നില്ല. കടുത്ത സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി മനുഷ്യരെ കൊണ്ട് പച്ചയായി ശിർക്ക് ചെയ്യിപ്പിച്ചു അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് വിലസി നടക്കുന്നവർ. ഇവരുടെ മുൻകാലങ്ങൾ പരിശോധിച്ചാൽ അവർ പല പല കച്ചവടങ്ങളും ചെയ്ത് പൊട്ടിയവരായിരിക്കും. പിന്നീടായിരിക്കും ഇതുപോലെയുള്ള തട്ടിപ്പുമായി ഇറങ്ങിയത്. നമുക്ക് ഉപദേശം തേടാൻ സാത്വികരായ ഉലമാക്കൾ ഉണ്ടല്ലോ. നമുക്ക് അവരുടെ അടുത്ത് പോയി ഉപദേശങ്ങൾ തേടാവുന്നതാണ്. ഖുർആനെ കൊണ്ട് എങ്ങനെ ചികിത്സിക്കണമെന്ന് നമുക്ക് അവർ ഉപദേശം തരില്ലേ? ഇതിനെക്കുറിച്ചുള്ള ഒരു മനോഹരമായ ഒരു വീഡിയോ നമ്മുടെ അൻസാരി സൂരി ഉസ്താദ് ചെയ്തിട്ടുണ്ട്. ഉസ്താദ് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഒരു അലക്ക് കല്ല് ഉണ്ട്. ആ കല്ലിൻ്റെ രഹസ്യം എനിക്കും പടച്ചോനും ഇല്ലാതെ അറിയുകയില്ല എന്നൊരു തമാശ രൂപത്തിൽ ഉസ്താദ് പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോയാലോ? ജിന്നുകളെ കാണാത്തവർ ഉണ്ടോ? ജിന്നുകൾ ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയിക്കുന്നവർ ഉണ്ട്. ജിന്നൊക്കെ ഉള്ളതാണ് വിശുദ്ധമായ ഖുർആൻ പ്രതിപാദിച്ചിട്ടുള്ളത്. അതിനകത്ത് തർക്കമില്ല. മനുഷ്യരെ പോലെ തന്നെ മറ്റൊരു സൃഷ്ടിയാണ് ജിന്ന്. അതിനകത്ത് തർക്കമില്ല. അല്ല, ഇതിനകത്ത് നിങ്ങളുടെ റോൾ എന്താ ഈ ജിന്നുമായിട്ട്? ഇപ്പൊ ജിന്നുകൾ എവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് കണ്ടുപിടിക്കാൻ കാക്കനാട് ഇൻഫോ പാർക്കിൽ അവിടെയാണ് ജിന്നുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ അവിടെ 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 ചിലര് ചോദിക്കാറുണ്ട്, ചില ഉസ്താദുമാരുടെയൊക്കെ കൈകളിൽ കിടക്കുന്ന മോതിരത്തിന് പ്രത്യേകതയുണ്ടോ? ഉണ്ട്. ഈ മോതിരം അങ്ങനത്തെ ഒരു മോതിരമാണ്. ഇത് സാധാരണ പൈസ കൊടുത്ത് വാങ്ങിച്ച ഒരു മോതിരം അല്ല. അതിന്റെ രഹസ്യം ഞാനും അള്ളാഹുവും തന്ന ആളും മാത്രം അറിയേണ്ടതാണ്. വേറെ കാര്യമാണ്, ഞങ്ങളുടെ വീട്ടിൽ ഒരു തുണി കഴുകുന്ന കല്ലുണ്ട്. സത്യമായിട്ടും എനിക്കും റബ്ബിനും ഇല്ലാതെ ആ തുണി കഴുകുന്ന കല്ലിനെ പിന്നുള്ള രഹസ്യം ഒരാൾക്ക് അറിയത്തില്ല. ഒരാൾക്ക് എന്നെ കൊന്നെന്ന് പറഞ്ഞാലും കോടികൾ തരാന്ന് പറഞ്ഞാലും എന്റെ വീട്ടിലെ അലക്ക് കല്ലിന്റെ രഹസ്യം ഒരുത്തിനും പറഞ്ഞു കൊടുക്കത്തില്ല. അത്രയും പെർഫെക്റ്റാ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പൊന്നാര മുഖ്യങ്ങളെ, മോതിരം ധരിക്കൽ സുന്നത്താണ്. ചില കല്ലിന് ചില മഹത്വം കിതാബുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്തൊന്നും തർക്കമില്ല. പക്ഷെ ഈ പോക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പലതും നടത്തി പരാജയപ്പെട്ട മനുഷ്യന്മാരുടെ പുതിയ സംരംഭമാണ്. നിങ്ങൾ സമഗ്രമായി ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഇതുപോലത്തെ സംഗതികളുമായി വരുന്ന മനുഷ്യന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. തനിച്ച സാമ്പത്തിക നേട്ടമല്ലാതെ പാരത്രിക വിജയം എന്നതിന്റെ ഒരംശവും അതിനകത്തുണ്ടാകത്തില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാനിത് പറയുമ്പോൾ നെറ്റി ചൊളിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. ഞാൻ വെറുതെ പറയുന്നതാണെങ്കിൽ അന്വേഷിച്ചു നോക്കൂ. പലതും നടത്തി പൊട്ടിയ ആളുകൾ, ഹോട്ടൽ നടത്തിയും കച്ചവടം നടത്തിയൊക്കെ പൊട്ടിയ ആളുകൾ പലരും പുതിയ ഇത്തരത്തിലുള്ള സംരംഭം. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്നറിയാം. ഞാൻ ഇത് ധരിച്ചിരിക്കുന്ന തുണിക്ക് ഒരു 10, 400, 500 കൊടുത്ത് ഇതുപോലത്തെ കമ്മീസ് കിട്ടും. ഇതുപോലെ വെള്ള തുണിയും കിട്ടും. ഇതും ധരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മത്തിൽ, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിന്റെ പ്രത്യേകത, അവർ വലിയ ആദരിക്കും, ബഹുമാനിക്കും. പ്രത്യേകിച്ച് നിഷ്കളങ്കരായ മനുഷ്യർ അവരെന്ത് വേണമെങ്കിലും വാരി കോരി കൊടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കാളിച്ചേട്ടൻ എന്നോട് പങ്കുവെച്ച ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ. ഒരു കുടുംബം തകർന്ന കഥ. എത്ര മനുഷ്യന്മാരുടെ സമ്പത്ത്, എത്ര മനുഷ്യന്മാരുടെ വിശ്വാസം ഈ സർപ്പദോഷം എന്നൊക്കെ പറഞ്ഞ് എങ്ങോട്ടായി വിടുന്നത് പോലെ നിങ്ങൾക്കറിയോ? ഈ സൈസ് സാധനങ്ങൾ സർപ്പദോഷം എന്ന് പറഞ്ഞ് എങ്ങോട്ടായി വിടുന്നത്? എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ഇത് വളരെ നിസ്സാരമായ സംഗതിയാണ് നിങ്ങൾ വിചാരിക്കുന്ന. പച്ചയായ ഷിർക്കിന്റെ പ്രവർത്തികൾ മുഅ്മിനീങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക ലാഭം കൊണ്ട് ഇങ്ങനെ വിഹരിക്കുന്ന ആളുകൾ, അവരിങ്ങനെ പോവാണ്. സാധാരണക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കിട്ടിയാൽ മതിയല്ലോ. ഇന്ന് സിഹറാണ്, മണ്ണാങ്കട്ടയാണ്, മറിച്ചാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. അങ്ങനെ അവരുടെ പണവും പിടുങ്ങി അടിച്ചു പൊളിച്ച് കൂളിംഗ് ഗ്ലാസും വെച്ച് ഇവര് നടക്കും. നമ്മളോ ദുനിയാവും പോയി ആഖിറവും പോയി. അള്ളാഹു കാക്കട്ടെ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് ബോധ്യം. നമുക്ക് ഈ ആത്മീയമായ ഉപദേശം നൽകാൻ സ്വാത്വികരായ ഉലമാക്കളുടെ ദൗർലഭ്യമാണോ? എത്ര ആലിമ്യങ്ങൾ ഇത് ജീവിച്ചിരിക്കുന്നു. ജീവിതത്തിന്റെ സിംഹഭാഗവും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ തന്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യഗണങ്ങൾക്ക് പാരായണം ചെയ്ത് കൊടുക്കുന്ന ആ നാവിലെ ഉമ്മനീര് മുഴുവനും കിതാബുകളുടെ ഇബാറത്തിലായി ആ ഉമ്മനീര് നിർഗളിക്കുന്ന എത്ര പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ അടുക്കൽ ചെന്ന് നമുക്ക് ഒരു ഉപദേശം തേടിക്കൂടെ? അവരെ കൊണ്ട് ദ്വാരപ്പിച്ചുകൂടെ? വിശുദ്ധമായ ഖുർആൻ കൊണ്ട് എന്ത് ചെയ്യണമെന്ന്, ഏത് തരത്തിലുള്ള ചികിത്സ ചെയ്യണമെന്ന് അവര് നമുക്ക് ഉപദേശം തരൂലേ? എന്തിനാണ് നമ്മൾ ഈ അന്താരാഷ്ട്ര ഫ്രോഡുകൾ പിന്നാലെ നമ്മൾ പോകുന്നത്? ഇങ്ങനെ പോയി ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ പടച്ചറബേ
ഇനി എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് നമുക്ക് ബുദ്ധി, പ്രത്യേകിച്ച് മറ്റ് നാടുകളിലെ മനുഷ്യരെക്കാൾ കൂടുതൽ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ ഭയങ്കര തിരിച്ചറിവ് ബോധമുള്ള ആളുകളല്ലേ നമ്മൾ. നമ്മൾ ഈ കണ്ട എല്ലാ ബലായിന്റെയും പിന്നാലെ നമ്മളിങ്ങനെ പോകുന്ന കാര്യം ആയിരിക്കും അത്ഭുതം വരികയാണ്.